എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2017 ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അപ്പോൾ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമായ ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ CV രാമൻ, ഓപ്ഷൻ ബി JC ബോസ്, ഓപ്ഷൻ സി ഹർഗോവിന്ദ് ഖുറാന, ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. സസ്യങ്ങളുടെ വളർച്ച മനസ്സിലാക്കുന്നതിനുള്ള ഉപകരണമായ ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് JC ബോസ് ആണ്. ഓക്കെ, JC ബോസ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമുക്ക് നോക്കാം. JC ബോസുമായി ബന്ധപ്പെട്ടത് സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. ഓക്കെ, സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. അതുപോലെ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ പരാമർശിച്ചിട്ടുള്ള സസ്യശാസ്ത്രജ്ഞൻ കൂടിയാണ് JC ബോസ്. ഓക്കെ, അപ്പോൾ JC ബോസിനെ കുറിച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ പരാമർശിച്ചിട്ടുള്ള സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? JC ബോസ് ആണ്. അടുത്ത നോക്കുക, വളർച്ച നടക്കുന്ന സസ്യഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര് മെരിസ്റ്റമാണ്. മെരിസ്റ്റം. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം നൈട്രജൻ ആണ്. ഓക്കെ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം നൈട്രജൻ. പ്രകാശത്തിനു നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത അറിയപ്പെടുന്നതാണ് ഫോട്ടോട്രോപ്പിസം. ഓക്കെ, പ്രകാശത്തിനു നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത അറിയപ്പെടുന്ന പേരാണ് ഫോട്ടോട്രോപ്പിസം. സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണത അറിയപ്പെടുന്നതാണ് തിക്മോട്രോപ്പിസം. തിക്മോട്രോപ്പിസമാണ് സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണത അറിയപ്പെടുന്നത്. ഭൂഗുരുത്വാകർഷണത്തിന് അനുസരിച്ചുള്ള സസ്യങ്ങളുടെ ചലനത്തെ പറയുന്നതാണ് ജിയോട്രോപ്പിസം. ഭൂഗുരുത്വാകർഷണത്തിന് അനുസരിച്ചുള്ള സസ്യങ്ങളുടെ ചലനത്തെ പറയപ്പെടുന്നതാണ് ജിയോട്രോപ്പിസം. രാസവസ്തുക്കൾക്കനുസരിച്ചുള്ള സസ്യചലനമാണ് കീമോട്രോപ്പിസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ ഓപ്ഷൻ എ തമിഴ്, ഓപ്ഷൻ ബി സംസ്കൃതം, ഓപ്ഷൻ സി ഒഡിയ, ഓപ്ഷൻ ഡി തെലുങ്ക്. ഉത്തരം തമിഴാണ്. ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ്. ഇനി അനുബന്ധ വിവരങ്ങൾ നമുക്ക് നോക്കാം. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഭാഷകൾക്കാണ് കേന്ദ്ര സർക്കാർ എന്ത് നൽകുന്നത്? ശ്രേഷ്ഠ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകി വരുന്നത്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഭാഷകൾക്കാണ് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകി വരുന്നത്. നിലവിൽ 6 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. നിലവിൽ 6 ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. തമിഴ് 2004 തമിഴിന് ലഭിക്കുന്നു. സംസ്കൃത ഭാഷ 2005, കന്നഡ 2008, തെലുങ്ക് 2008, മലയാളം 2013, ഒഡിയ 2014. ഓക്കെ, അപ്പോൾ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. അപ്പോൾ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത് നവംബർ 1 കേട്ടോ. കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത് നവംബർ 1. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പുതിയതും ചെറുതുമായ ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പുതിയതും ചെറുതുമായ ഭാഷ മലയാളമാണ്. ഏറ്റവും അവസാനമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഒഡിയ ഭാഷയാണ്. ഏറ്റവും അവസാനമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഒഡിയ. ആദ്യമായി ലഭിച്ചത് ഏതാണ്? തമിഴാണ്. അടുത്ത ചോദ്യം, ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി ഹരിയാന, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി അസം.
ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? അസമിലെ ഉത്സവമാണ് ബിഹു. ഓക്കെ, ഇനി അനുബന്ധ വിവരങ്ങൾ നോക്കാം. അസമിലെ കൊയ്ത്തുത്സവമായി ആഘോഷിക്കുന്നത്, അസമിലെ കൊയ്ത്തുത്സവമായി ആഘോഷിക്കുന്ന ആഘോഷമാണ് ബിഹു. അസമിലെ മറ്റ് ആഘോഷങ്ങളാണ് മജുലി ഫെസ്റ്റിവൽ, ടീ ഫെസ്റ്റിവൽ, രാസലീല ഫെസ്റ്റിവൽ, കരം പൂജ, ബൈശാഖു ഫെസ്റ്റിവൽ എന്നിവ. ഓക്കെ, ഒന്നുകൂടെ പറയാം. മജുലി ഫെസ്റ്റിവൽ, ടീ ഫെസ്റ്റിവൽ, രാസലീല ഫെസ്റ്റിവൽ, കരം പൂജ, ബൈശാഖു ഫെസ്റ്റിവൽ. അതുപോലെ അസമിലെ പ്രധാന നൃത്തരൂപങ്ങൾ അറിഞ്ഞിരിക്കുക. സാത്രിയയും ബിഹുവുമാണ്. ഓക്കെ, ബിഹു അതുപോലെ തന്നെ സാത്രിയയും ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി. ഓപ്ഷൻ എ വെങ്കയ്യ നായിഡു, ഓപ്ഷൻ ബി നിതിൻ ഗഡ്കരി, ഓപ്ഷൻ സി എസ് ജയശങ്കർ, ഓപ്ഷൻ ഡി സുരേഷ് പ്രഭു. ഓക്കെ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാണ്? എസ് ജയശങ്കർ ആണ്. ഓക്കെ, എസ് ജയശങ്കർ ആണ്. ഇനി അനുബന്ധ വിവരങ്ങൾ നോക്കാം. സുഷമ സ്വരാജിനു ശേഷം 2019 മെയ് 30 ഇന്ത്യയുടെ 29ാമത് വിദേശകാര്യമന്ത്രിയായി നിയമിതനായതാണ് എസ് ജയശങ്കർ. സുഷമ സ്വരാജ് അന്തരിച്ച ദിനം ഓഗസ്റ്റ് 6, 2019. സുഷമ സ്വരാജ് അന്തരിച്ച ദിനം ഓഗസ്റ്റ് 6, 2019. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രി, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ മന്ത്രി. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായ ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായ രണ്ടാമത്തെ വനിതയാണ് സുഷമ സ്വരാജ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായ രണ്ടാമത്തെ വനിത സുഷമ സ്വരാജ് ആണ്. അടുത്ത ചോദ്യം, നിലവിൽ ഗൂഗിൾ സിഇഒ ആയ ഇന്ത്യക്കാരൻ. നിലവിൽ ഗൂഗിൾ സിഇഒ ആയ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ ടി നന്ദകുമാർ, ഓപ്ഷൻ ബി രജീന്ദർ ഖന്ന, ഓപ്ഷൻ സി ശേഖർ ബസു, ഓപ്ഷൻ ഡി സുന്ദർ പിച്ചെ. നിലവിൽ ഗൂഗിൾ സിഇഒ ആയ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചെയാണ് കേട്ടോ. അനുബന്ധ വിവരങ്ങൾ നോക്കാം. 1998 സെപ്റ്റംബർ 4 ലാറി പേജും സെർജി ബ്രിനും ചേർന്നിട്ടാണ് ഗൂഗിൾ സ്ഥാപിക്കുന്നത്. 1998 സെപ്റ്റംബർ 4 ലാറി പേജും സെർജി ബ്രിനും ചേർന്നിട്ടാണ് ഗൂഗിൾ സ്ഥാപിക്കുന്നത്. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും പ്രധാന സ്ഥാപനങ്ങളും നോക്കാം. സത്യ നദല്ല മൈക്രോസോഫ്റ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. സത്യ നദല്ല മൈക്രോസോഫ്റ്റ്. അമിതാഭ് കാന്ത് നീതി ആയോഗ് കേട്ടോ. അമിതാഭ് കാന്ത് നീതി ആയോഗ്. മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്ക്. സലീൽ പരേഖ് ഇൻഫോസിസ്. സലീൽ പരേഖ് ഇൻഫോസിസ്. സന്ദീപ് ബക്ഷി ICICI ബാങ്ക്. സന്ദീപ് ബക്ഷി ICICI ബാങ്ക്. വിജയ് ശേഖർ ശർമ്മ പേടിഎം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സത്യ നദല്ല മൈക്രോസോഫ്റ്റ്, അമിതാഭ് കാന്ത് നീതി ആയോഗ്, മാർക്ക് സൂക്കർബർഗ് ഫേസ്ബുക്ക്, സലീൽ പരേഖ് ഇൻഫോസിസ്, സന്ദീപ് ബക്ഷി ICICI ബാങ്ക്, വിജയ് ശേഖർ ശർമ്മ പേടിഎം. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് നേടിയ രാജ്യം. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ 481 റൺസാണ് എന്ന റെക്കോർഡ് നേടിയ രാജ്യം. ഓപ്ഷൻ എ ശ്രീലങ്ക, ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ സി ഇംഗ്ലണ്ട്, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഉത്തരം ഇംഗ്ലണ്ടാണ്. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് നേടിയ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നോക്കാം. വനിതാ ഏകദിന ക്രിക്കറ്റിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറിന് ഉടമകളായത് ന്യൂസിലൻഡ് ആണ്. ന്യൂസിലൻഡ്. വനിതാ ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറിന് ഉടമകളായത് ന്യൂസിലൻഡ് ആണ്. നിലവിൽ പുരുഷന്മാരുടെ ICC ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഇംഗ്ലണ്ടാണ്. നിലവിൽ പുരുഷന്മാരുടെ ICC ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഇംഗ്ലണ്ടാണ്. നിലവിൽ പുരുഷന്മാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. ഓക്കെ, നിലവിൽ പുരുഷന്മാരുടെ ICC ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഇംഗ്ലണ്ട്, ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ഓസ്ട്രേലിയയാണ്.
നിലവിൽ പുരുഷന്മാരുടെ ICC 2020 റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യവും ഓസ്ട്രേലിയ തന്നെയാണ്. ഓക്കെ, ഓസ്ട്രേലിയ. ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും വേഗം 10,000 റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും വേഗം 10,000 റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോറിന് ഉടമയായത് അമേലിയ കെർ ആണ്. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോറിന് ഉടമയായത് അമേലിയ കെർ ആണ്. അടുത്ത ചോദ്യം, തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം. തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം. ഓപ്ഷൻ എ ലിയാൻഡർ പേസ്, ഓപ്ഷൻ ബി മഹേഷ് ഭൂപതി, ഓപ്ഷൻ സി സാനിയ മിർസ, ഓപ്ഷൻ ഡി രാമനാഥൻ കൃഷ്ണൻ. അപ്പോൾ തുടർച്ചയായി 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ് ആണ് കേട്ടോ. ലിയാൻഡർ പേസ് ആണ്. അപ്പോൾ ലിയാൻഡർ പേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഡേവിസ് കപ്പ് ടെന്നീസ് ഡബിൾസ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് ലിയാൻഡർ പേസ്. ഓക്കെ, ഡേവിസ് കപ്പ് ടെന്നീസ് ഡബിൾസ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് ലിയാൻഡർ പേസ്. ഒളിമ്പിക്സിൽ ടെന്നീസിൽ ഇന്ത്യക്കുള്ള ഏക മെഡൽ നേടിയെടുത്തത് ആരാണ്? ലിയാൻഡർ പേസ് തന്നെയാണ് കേട്ടോ. ഒളിമ്പിക്സിൽ ടെന്നീസിൽ ഇന്ത്യക്കുള്ള ഏക മെഡൽ വെങ്കലമാണ് നേടിയെടുത്തത് ലിയാൻഡർ പേസ് ആണ്. 1996 അറ്റ്ലാന്റ്. ഓക്കെ, ലിയാൻഡർ പേസിന് ഖേൽരത്ന ലഭിച്ച വർഷം 1996-97 ലിയാൻഡർ പേസിന് ഖേൽരത്ന ലഭിക്കുന്നത്. 2020 ടെന്നീസിൽ നിന്ന് വിരമിക്കുന്ന ഇന്ത്യൻ താരമാണ് ലിയാൻഡർ പേസ്. ഓക്കെ, 2020 ടെന്നീസിൽ നിന്ന് വിരമിക്കുന്ന ഇന്ത്യൻ താരമാണ് ലിയാൻഡർ പേസ്. അടുത്ത ചോദ്യം, നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ഓപ്ഷൻ എ സോണിയാഗാന്ധി, ഓപ്ഷൻ ബി മല്ലികാർജുന ഖാർഗെ, ഓപ്ഷൻ സി ഗുലാം നബി ആസാദ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള ആരുമല്ല നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇവരാരുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ നിലവിലെ ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ, നിലവിലെ ലോക്സഭയിൽ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഇല്ല. ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 10-1 നേടുന്ന പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെയാണ് പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുന്നത്. ലോക്സഭയിലെ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവാണ് ഡോക്ടർ റാം സുഭഗ് സിംഗ്. ഓക്കെ, ഡോക്ടർ റാം സുഭഗ് സിംഗ് ആണ് ലോക്സഭയിൽ ആദ്യ അംഗീകൃത പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ഏക മലയാളിയാണ് CM സ്റ്റീഫൻ. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ ഏക മലയാളി CM സ്റ്റീഫൻ ആണ്. 1978-79. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ആദ്യ വനിത ആരാണ്? സോണിയാഗാന്ധിയാണ്. ഓക്കെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വനിത സോണിയാഗാന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് യശ്വന്ത് റാവു ചവാൻ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രതിപക്ഷ നേതാവാണ് രാജീവ് ഗാന്ധി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരുന്നിട്ടുള്ള ഏക സംസ്ഥാന പാർട്ടിയാണ് തെലുങ്കുദേശം പാർട്ടി. ഓക്കെ, ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരുന്നിട്ടുള്ള ഏക സംസ്ഥാന പാർട്ടി തെലുങ്കുദേശം പാർട്ടിയാണ്. 1984 അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഉത്തരം ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് തന്നെയാണ്? ഗുജറാത്ത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ വെരാവൽ ആണ്. ഗുജറാത്തിലെ വെരാവൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപാദനമുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപാദനമുള്ള ജില്ല കൊല്ലം ജില്ലയാണ്.
കേരളത്തിൽ മത്സ്യോൽപാദനത്തിന്റെ നവീകരണത്തിനു വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ഇൻഡോ നോർവീജിയൻ പദ്ധതി നീണ്ടകര. ഓക്കെ, ഇൻഡോ നോർവീജിയൻ പദ്ധതി നീണ്ടകര 1953 തുടങ്ങുന്നത്. കേരളത്തിൽ മത്സ്യോൽപാദനത്തിന്റെ നവീകരണത്തിനു വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ഇൻഡോ നോർവീജിയൻ പദ്ധതി നീണ്ടകര. ഇന്ത്യയിലെ പ്രഥമ കോസ്റ്റൽ പോലീസിംഗ് അക്കാദമി സ്ഥാപിതമായ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ്. ഇന്ത്യയിലെ പ്രഥമ കോസ്റ്റൽ പോലീസിംഗ് അക്കാദമി സ്ഥാപിതമായ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഓപ്ഷൻ എ കസ്തൂരി രംഗൻ, ഓപ്ഷൻ ബി സിറിയക് ജോസഫ്, ഓപ്ഷൻ സി മാധവ് ഗാഡ്ഗിൽ, ഓപ്ഷൻ ഡി അശോക് കുമാർ മാഥൂർ. ഓക്കെ, ഉത്തരം എന്താണ്? പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച തീയതി നോക്കുക. ഓഗസ്റ്റ് 31, 2011. ഓക്കെ, ഓഗസ്റ്റ് 31, 2011 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഓക്കെ, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്, 123 ആണ് കേട്ടോ. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം 123 ആണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ. ഓക്കെ, കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ 10 ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും കൂടെ ചേർത്തിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, നാളെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.